പടം സോസോ എമ്പുരാനിലത്തെ കുറച്ചാൽ ഇതിൽ തീർത്തു. തീർച്ചയായിട്ടും 100%. ആരാ പറഞ്ഞ അഭിനയിക്കാൻ അറിയില്ല എന്ന്. ത്രില്ലർ എന്നൊക്കെ പറയാം. നമ്മൾ വിചാരിക്കില്ല അങ്ങനത്തെ ഇതാണ് അതിലുള്ളതെന്ന്. ഫാമിലി പരമായിട്ട് നല്ലൊരു പടമാണ്, നല്ലൊരു ആക്ടിംഗ് ആണ്. പത്തനംതിട്ട ജില്ല നന്നായിട്ട് കാണിക്കുകയും ചെയ്തു. സൂപ്പർ സിനിമ, ഒന്നുകൂടെ കാണാൻ തോന്നുക. നല്ല പടം, നല്ല പെർഫോമൻസ് ആണ്. കൊള്ളാം, നല്ല പടം. ലാലേട്ടൻ തിരിച്ചു വരിക. തരുൺമൂർത്തിയോടും ഹാറ്റ്സ് ഓഫ്. നല്ല പടം. നല്ലായിരുന്നു, കൊള്ളായിരുന്നു, അടിപൊളി, കൊള്ളായിരുന്നു, കൊള്ളാം. എമ്പുരാനിലെ കുറവ് തീർത്തു. പടം സോസോ എമ്പുരാനിലത്തെ കുറച്ചാൽ ഇതിൽ തീർത്തു. സൂപ്പർ, അടിപൊളി. നല്ല സ്റ്റണ്ടും കൊള്ളാം, അടിപൊളി. സൂപ്പർ സിനിമ, ഒന്നുകൂടെ കാണാൻ തോന്നുക. ഇതുവരെ ഇല്ലാത്തൊരു സിനിമ. നല്ല സിനിമയായിരുന്നു. നല്ല ഒരു ത്രില്ലർ എന്നൊക്കെ പറയാം. നമ്മൾ വിചാരിക്കില്ല അങ്ങനത്തെ ഇതാണ് അതിലുള്ളതെന്ന്. അങ്ങനത്തെ ഒരു അടിപൊളിയായിരുന്നു. ലാലേട്ടൻ പൊളിച്ചു. കൊള്ളാം, നല്ല പടം, സൂപ്പറായിരുന്നു, നന്നായിരുന്നു. ഫാമിലി മൂവിയാണ്. കൊള്ളായിരുന്നു, നല്ല പടം. നല്ല അഭിനയമായിരുന്നു. നല്ല പടമായിരുന്നു. സെക്കൻഡ് ഹാഫ് സൂപ്പറായിരുന്നു. സൂപ്പർ അഭിനയം. നല്ല പടം, കാണാൻ പറ്റുമോ? നല്ല മൂവിയാണ്, നല്ല ഫാമിലി മൂവിയാണ്. തീർച്ചയായിട്ടും 100%. ആരാ പറഞ്ഞ അഭിനയിക്കാൻ അറിയില്ല എന്ന്. നന്നായിട്ടാണ്, നല്ല മൂവി. ഒരു ബാക്ക് ടു മെമ്മറീസ്, പഴയ ഒരു ലാലേട്ടൻ തന്നെ. അല്ല എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നല്ല മൂവി. നല്ല വില്ലൻ, പോലീസ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആരാന്നറിയില്ല, പുതിയ നടന്. നല്ലൊരു പടം, ഫാമിലി പരമായിട്ട് വന്ന് കാണാം. നല്ലൊരു പടം, നല്ല സ്റ്റോറിയാണ്, നല്ല ആക്ടിങ്. ഫാമിലി പരമായിട്ട് നല്ലൊരു പടമാണ്, നല്ലൊരു ആക്ടിംഗ് ആണ്. പത്തനംതിട്ട ജില്ല നന്നായിട്ട് കാണിക്കുകയും ചെയ്തു. നല്ലൊരു പടമാണ്. രണ്ടും കുഴപ്പമില്ല. ഞങ്ങൾ 2 പടവും കണ്ടതാണ്. ഈ പടവും കൊള്ളാം. ഇത് ഫാമിലിയായിട്ട് കാണാം. നല്ലൊരു പടമാണ്. മുണ്ട് മടക്കുന്ന